അത്തരത്തിലൊരു സംഭവം വന്നപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ അവരെ ഈ ലഹരിയിൽ നിന്നും മോചിപ്പിച്ച് തിരിച്ചും കൃഷിയിലേക്ക് കൊണ്ടുവന്ന് ഏകദേശം 1945 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഫ്ലറിഷ്ഡായിട്ട് മഹാരാഷ്ട്രയിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തിച്ച ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. പാണ്ഡുരംഗ ശാസ്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ നിന്നും അദ്ദേഹത്തെ വെൽക്കം ചെയ്ത് ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് അവർ ക്ഷണിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് പോകണമെങ്കിൽ സ്യൂട്ട് ധരിക്കണം. പാൻറ്റും സ്യൂട്ടും ഇല്ലാതെ 3 പീസ് സ്യൂട്ടില്ലാതെ അവിടെ അലവയില്ല, അത് അവരുടെ നിയമമാണ്. പക്ഷേ പാണ്ഡുരംഗ ശാസ്ത്രി ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വെറും മുണ്ട് മാത്രം കൊടുത്തുകൊണ്ട് ഇവിടുന്ന് വരും, എന്നെ കയറ്റാൻ വേണ്ടി കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരൊറ്റ മുണ്ട് മാത്രം കൊടുത്തിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യം കയറി ബ്രിട്ടീഷുകാർ മുഴുവൻ എണീച്ചു നിന്ന് കൈയടിച്ച വ്യക്തിത്വമായിരുന്നു പാണ്ഡുരംഗ ശാസ്ത്രി. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തുടങ്ങാൻ കാരണം, അന്ന് മഹാരാഷ്ട്രയിലെ ആയിരക്കണക്കിന് കരിശു ഭൂമി കൃഷി ഇടമായി മാറ്റിയ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ കാരണം, അങ്ങനെ ഒരു വ്യക്തി ഈ വേദിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു കഴിവ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ കളമശ്ശേരി എന്ന് പറയുന്നത് വ്യവസായമായിട്ടുള്ള ഒരുപാട്